രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി എന്ന സിനിമ ഉടൻ തന്നെ പുറത്തിറങ്ങുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഏകദേശം 400 കോടി രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ്. സിനിമയുടെ ഷൂട്ട് തുടങ്ങിയ സമയം തൊട്ട് തന്നെ ഇത് LCU ആണെന്ന രീതിയിലുള്ള പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. സംവിധായകൻ ലോകേഷ് തന്നെ ഈ ചോദ്യങ്ങൾക്കൊരു ഉത്തരവും തന്നിരുന്നു. പക്ഷെ അങ്ങനെ അതിനെ അങ്ങ് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്നല്ലേ, ലിയോ എന്ന ലോകേഷിൻ്റെ മുൻപത്തെ ചിത്രവും LCU അല്ല എന്നൊക്കെ അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നു. എന്നാൽ തിയേറ്ററിൽ നിന്ന് കണ്ടവർക്ക് LCU ഫാക്ടർ വലിയൊരു സർപ്രൈസ് പോലെ ആയിരുന്നു. ചിലപ്പോൾ ഇതേ സർപ്രൈസ് ഫാക്ടർ തന്നെയാകും കൂലിയിലും അദ്ദേഹം പരീക്ഷിക്കാൻ പോകുന്നത്. കൂലി സിനിമയുടെ അനൗൺസ്മെൻറ്റ് ടീസർ വന്ന സമയത്ത് അതിനകത്ത് രജനീകാന്ത് ഉപയോഗിക്കുന്നൊരു ഡയലോഗുണ്ട്. ഇനി നമ്മൾ വിക്രത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കമൽഹാസൻ ഉപയോഗിക്കുന്നൊരു ഡയലോഗുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. അതായത് വിക്രം തുടങ്ങി വെച്ചത് കൂലിയിൽ തീർക്കും എന്നങ്ങാണ് വേണം ഇതിൻ്റെ അർത്ഥം. കൂലി LCUവിലാവാനുള്ള സാധ്യതകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. റോളക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലോകേഷിൻ്റെ മറ്റ് ചിത്രങ്ങളായ ലിയോ, വിക്രം, ഖൈദി തുടങ്ങിയ സിനിമകളുടെ അതേ കളർ ഗ്രേഡിംഗ് ആണ് ലോകേഷ് കൂലിയിലും ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റേതിൽ ഡ്രഗ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ ഇതിനകത്ത് സ്വർണ്ണത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് LCUമായി ലിങ്കുള്ള മറ്റൊരു വലിയ നെറ്റ്വർക്ക് തന്നെയാകാം ഈ ഗോൾഡ് നെറ്റ്വർക്ക്. അതിൻ്റെ തലപ്പത്തുള്ള രാജാക്കന്മാർ ചിലപ്പോൾ അമീർ ഖാനോ നാഗാർജുനയോ മറ്റോ ആയിരിക്കാം. സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡ്രഗ് റാക്കറ്റ്, അതിൻ്റെ തലവനായ റോളക്സ്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗോൾഡ് റാക്കറ്റ്, അതിൻ്റെ തലവനായ ദഹ. രണ്ട് ഗ്യാങ്ങുകളും ഇൻഡിപെൻഡൻ്റായി സമാധാനപരമായി ബിസിനസ് ചെയ്തു പോകുന്നു. പെട്ടെന്നൊരു ദിവസം ഈ രണ്ട് ഗ്യാങ്ങുകൾക്കും ഒരുപോലെ ബാധിക്കുന്ന ഒരു പ്രശ്നം വരുന്നു. അതിൻ്റെ കാരണക്കാരൻ ചിലപ്പോൾ രജനീകാന്ത് അവതരിപ്പിക്കുന്ന ദേവ എന്ന ക്യാരക്ടർ ആണെങ്കിലോ. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. സോഡിയാക് സൈൻസ്. ഇത് പലരും നേരത്തെ തന്നെ ശ്രദ്ധിച്ച കാര്യമാണ്. വിക്രം സിനിമ നോക്കിക്കഴിഞ്ഞാൽ അതിൽ റോളക്സിൻ്റെ ചിഹ്നമായി കൊടുത്തിരിക്കുന്നത് സ്കോർപിയോ അഥവാ തേളിനെയാണ്. അതുപോലെ തന്നെ ലിയോയിൽ ലിയോദാസ് എന്ന ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്നത് സിംഹത്തിൻ്റെ സോഡിയാക് സൈനാണ്. അതുപോലെ കമൽഹാസൻ അവതരിപ്പിച്ച വിക്രത്തിന് പരുന്തിൻ്റെ സിമ്പലും. ഇനി കൂലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നാഗാർജുന അവതരിപ്പിക്കുന്ന സൈമൺ എന്ന കഥാപാത്രത്തിന് പാമ്പിൻ്റെ സിമ്പലാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഇൻസൈഡ് റിപ്പോർട്ടാണ്. നാഗാ ഗ്യാങ് എന്ന വലിയൊരു ഗോൾഡ് സ്മഗ്ലിംഗ് ചെയിനിൻ്റെ തലവനാണ് നാഗാർജുന എന്നും റോളക്സിൻ്റെ സ്കോർപിയോ ഗ്യാങ്ങുമായി ബന്ധമുണ്ട് എന്നും മുമ്പ് റിപ്പോർട്ട് വന്നിരുന്നു. ഇനി എടുത്തു പറയേണ്ടത് അമീർ ഖാൻ്റെ ക്യാരക്ടർ പോസ്റ്ററാണ്. നിങ്ങൾ ഈ സ്മോക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതിലെ പുക ഒരു സ്കോർപിയോൺ അഥവാ തേളിൻ്റെ ആകൃതിയിലാണ് ഉള്ളത്. അതായത് നമ്മുടെ റോളക്സിൻ്റെ കഴുത്തിൽ പച്ച കുത്തിയിട്ടുള്ള അതേ സ്കോർപിയോൺ. ഇനി മറ്റൊരു കാര്യം പറയാം. അമീർ ഖാൻ നിൽക്കുന്ന ആ പോസ്റ്റർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദാസാൻഗോ ഫാക്ടറിയുടെ ലോഗോയുമായിട്ട് ഈ പോസ്റ്ററിന് വലിയധികം സാമ്യതയുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അമീർ ഖാന് റോളക്സുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവാൻ വളരെയധികം സാധ്യതയുണ്ട്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്നേഴ്സാണ്. വിക്രം സിനിമയിൽ അർജുൻ ദാസ് അവതരിപ്പിച്ച അൻപ് എന്ന ക്യാരക്ടർ പറയുന്നുണ്ട് മുഴുവൻ ചരക്കും ഹാർബറിലാണ് ഇരിക്കുന്നതെന്നും അവിടുന്ന് കുറച്ച് കണ്ടെയ്നേഴ്സ് മിസ്സിംഗ് ആണ് എന്നും. എന്നാൽ കൂലിയിലെ മോണിക്ക എന്ന പാട്ടിൽ നിറയെ ഫോക്കസ് ചെയ്യുന്നത് കണ്ടെയ്നേഴ്സാണ്. ഇനി എത്ര വലിയ പോർട്ടാണെങ്കിലും അവിടെ ഗോൾഡ് സ്മഗ്ലിംഗ് മാത്രമേ നടക്കുമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, ഡ്രഗ്സും വരാം. ഇനി അടുത്തതായിട്ട് എടുത്ത് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ റോളക്സ് വാച്ചാണ്. കൂലിയുടെ പുറത്തിറങ്ങിയ എല്ലാ പ്രൊമോകളിലും വാച്ചുകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന വാച്ചുകളാണെന്ന് വരെ ഒരു സമയത്ത് റൂമർ വന്നിരുന്നു. പക്ഷെ അതല്ല എന്നെ കൂടുതൽ സർപ്രൈസ് ചെയ്യിച്ചത്. മറിച്ച് വാച്ചുകളെല്ലാം റോളക്സ് ബ്രാൻഡിൻ്റേതാണ്. എവിടെയും റോളക്സ് റെഫറൻസ്. ഇത് കൂടാതെ റോളക്സ് ഉപയോഗിക്കുന്ന സെയിം ബുച്ചർ നൈഫ്, ഖൈദിയിൽ അഭിനയിച്ചിരിക്കുന്ന സെയിം ആക്ടേഴ്സിനെ വരെ കൂലിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി കൂലി നിർബന്ധമായും LCU ആയിരിക്കേണ്ട ചില എക്കണോമിക്കൽ റീസൺസ് കൂടെ പറയാം. ഒന്നാമത്തെ കാരണം അതിൻ്റെ ഹൈപ്പാണ്. LCU ആണെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പ് ഭയങ്കരമായി കയറുകയും ലിയോ സിനിമയ്ക്ക് വന്ന പോലത്തെ അവസ്ഥ കൂലിക്ക് വരികയും ചെയ്യും. ഈ അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയാകാം ഒരുപക്ഷെ സിനിമയിലെ അണിയറ പ്രവർത്തകർ ഒരു ഇൻ്റർവ്യൂ പോലും കൊടുക്കാതെ അതീവ രഹസ്യ സ്വഭാവം കാണിക്കുന്നത്. രണ്ടാമത്തെ റീസൺ ഇതിൻ്റെ ബഡ്ജറ്റാണ്. 400 കോടി ബഡ്ജറ്റിൽ പുറത്തിറങ്ങുന്ന ഈ സിനിമ മുടക്കുമുതൽ തിരിച്ചു പിടിക്കണമെങ്കിൽ തന്നെ കുറഞ്ഞത് 700 കോടിയെങ്കിലും കളക്ട് ചെയ്യണം. രജനീകാന്തിൻ്റെ സ്റ്റാർഡം കൊണ്ട് അത് പോസിബിൾ ആണെങ്കിലും ഒരു വലിയ ലാഭം ഉണ്ടാക്കണമെങ്കിൽ സീക്വൽ ഹൈപ്പ് അല്ലെങ്കിൽ യൂണിവേഴ്സ് ഹൈപ്പ് ഇതിലേതെങ്കിലും ഒന്ന് വേണം. സോ സൺ പിക്ചേഴ്സ് അത്ര മണ്ടന്മാരല്ല. ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് വേണം 800 കോടി ബഡ്ജറ്റുള്ള അല്ലു അർജുൻ അറ്റ്ലി ചിത്രത്തിന് വേണ്ടി അവർക്ക് ഫിനാൻസ് സ്വരൂപിക്കാൻ. അതുകൊണ്ട് തന്നെ കൂലിയിൽ ഒരു സൈലൻറ്റ് LCU കണക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതായാലും ഓഗസ്റ്റ് 14 എൻ്റെ ഈ അനുമാനങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകും. വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. അപ്പോൾ എന്നെ റോസ്റ്റ് ചെയ്യാനാണെങ്കിലും പ്രൈസ് ചെയ്യാനാണെങ്കിലും ഞാൻ തയ്യാർ.